അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർ സുസ്വാനി രണ്ടാമത്തെ പാഠം നിഅമർ റജുൽ. നമുക്കപ്പോൾ പാഠം വായിച്ചു നോക്കാം. നബീൽ, ഇവിടെ വരൂ. വിളിക്കേട്ട അവൻ ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ നീണ്ട തലമുടിയിലേക്ക് നോക്കി ഉസ്താദ് ചോദിച്ചു, മുടി മുറിക്കാറായിട്ടുണ്ടല്ലോ. അവൻ കീഴ്പോട്ട് നോക്കി നിന്നു, ഒന്നും പറഞ്ഞില്ല. മോനെ, നാളെ മുടി മുറിച്ച് വൃത്തിയായി വരണം, ഉസ്താദ് ഉപദേശിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ബെല്ലടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ ഒരുമിച്ച് കൂടി. ഹാജർ എടുത്ത ശേഷം ഉസ്താദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറഞ്ഞു, ഖുറൈമുൽ അസദി എത്ര നല്ല മനുഷ്യനാണ്. നീണ്ട മുടിയും നിര്യാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രവും ഇല്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞു. ഉടനെ മുടി മുറിച്ചു, വസ്ത്രം കണങ്കാലിന്റെ മധ്യത്തിലേക്ക് ഉയർത്തി ഉടുത്തു. അല്ലാഹു തആല മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത്. നാം അത് വികൃതമാക്കരുത്. മനസ്സും ശരീരവും ശുചിയായി കാത്തു സൂക്ഷിക്കണം. ശരീരം, വസ്ത്രം, വീട്, വിദ്യാലയം, പരിസരം തുടങ്ങിയവ ശുചീകരിക്കണം. ശുദ്ധി ഈമാനിന്റെ പാതിയാണ്. തെറ്റായ അനുകരണം നമ്മെ ദുഷിപ്പിക്കുന്നു. അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതുപോലെയായിരിക്കണം നമ്മുടെ വേഷവിധാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അല്ലാഹു തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. താഴെ പറയുന്ന ശുചിത്വശീലങ്ങൾ പാലിച്ച് നമുക്ക് അല്ലാഹു തആലയുടെ തൃപ്തി നേടാം. വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക. ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കുക. മുടിയിൽ ഒന്നിടവിട്ട ദിനങ്ങളിൽ എണ്ണ പുരട്ടുക. മുടി ചീകി വയ്ക്കുക. കൈകാലുകളിലെ നഖങ്ങൾ കൃത്യമായി മുറിക്കുക. ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയുക. നിത്യവും ഇടയ്ക്കിടെ പല്ല് തേക്കുക. ദിവസവും കുളിക്കുക. സുഗന്ധം ഉപയോഗിക്കുക. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. ഇന്നല്ലാഹ നളീഫു യുഹിബ്ബുൻ നളാഫ. അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്. വൃത്തിയെ അവൻ ഇഷ്ടപ്പെടുന്നു. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ഷഅറുൻ മുടി, ജമാലുൻ ഭംഗി, സൗബുൻ വസ്ത്രം, കഅബുൻ നിര്യാണി, ഇൻസാനുൻ മനുഷ്യൻ, ദുഹ്നുൻ എണ്ണ, തഖ്ലീദുൻ അനുകരണം, ളുഫ്റുൻ നഖം, ത്വയ്യിബുൻ നല്ലവൻ നല്ലത് രണ്ടർത്ഥങ്ങളുണ്ട്, വസഖുൻ അഴുക്ക്, നളീഫുൻ വൃത്തിയുള്ളവൻ വൃത്തിയുള്ളത്, ഗുസ്ലുൻ കുളി, നളാഫത്തുൻ വൃത്തി, ഇത്തറുൻ സുഗന്ധം, ജമീലുൻ ഭംഗിയുള്ളവൻ, അത്തുഹൂറു ശത്രുൽ ഈമാൻ ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുഇദു അസ്ഇലതൻ മഅൽ അജ്വിബ. അതായത് ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ കണ്ടെത്തി അവയുടെ ഉത്തരമെഴുതുക. നമ്മൾ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നോക്കൂ. 1. ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആല ആരെയാണ് സൃഷ്ടിച്ചത്? ഉത്തരം മനുഷ്യനെ. 2. നാം ശുചിയായി കാത്തു സൂക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം മനസ്സും ശരീരവും. 3. നാം എവിടെയെല്ലാം ശുചിയാക്കണം? ഉത്തരം ശരീരം, വസ്ത്രം, വീട്, വിദ്യാലയം, പരിസരം തുടങ്ങിയവ. 4. ശുദ്ധി എന്തിൻ്റെ പകുതിയാണ്? ഉത്തരം ഈമാനിൻ്റെ. 5.
നമ്മെ ദുഷിപ്പിക്കുന്ന പ്രവൃത്തി എന്ത്? ഉത്തരം തെറ്റായ അനുകരണം. 6. നമ്മുടെ വേഷവിധാനങ്ങൾ എങ്ങനെയുള്ളതാവണം? ഉത്തരം അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചതുപോലെയാവണം. 7. നാം ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രമായിരിക്കണം. 8. ഖുറൈമുൽ അസദിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ഉത്തരം ഖുറൈമുൽ അസദി എത്ര നല്ല മനുഷ്യനാണ്. നീണ്ട മുടിയും നിര്യാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രവും ഇല്ലെങ്കിൽ എന്നതായിരുന്നു. 9. നാം വികൃതമാക്കരുത്. എന്ത്? ഉത്തരം അല്ലാഹു തആല മനുഷ്യന് നൽകിയ ഏറ്റവും നല്ല രൂപം. 10. ഭംഗിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം അല്ലാഹു തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. തദ്രീബാത്തിൽ 3-ാമത്തെ പ്രവർത്തനം നുതർജുമു ഇലാ ലുഗത്തിന, മാതൃഭാഷയിലേക്ക് തർജ്ജമ ചെയ്യണം. അതായത് ഇവിടെ അറബിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. 1. ഇന്നല്ലാഹ ത്വയ്യിബു യുഹിബ്ബു ത്വയ്യിബ്. ഇതിന്റെ അർത്ഥം അല്ലാഹു തആല നല്ലവനാണ്, അവൻ നല്ലത് ഇഷ്ടപ്പെടുന്നു. 2. ഇന്നല്ലാഹ നളീഫു യുഹിബ്ബു നളാഫ. ഇതിന്റെ അർത്ഥം അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. 3. ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാൽ. ഉത്തരം അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. തദ്രീബാത്തിൽ 4-ാമത്തെ പ്രവർത്തനം നുഅരിബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അറബിയിൽ തർജ്ജമ ചെയ്യണം. 1. അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്, വൃത്തിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ അറബി ഇന്നല്ലാഹ നളീഫു യുഹിബ്ബുൻ നളാഫ. ഇതുപോലെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ അറബിയും ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. 2 നഖം. ഇതിന്റെ അറബി എന്താണ്? ഉഫ്റുൻ. 3 സുഗന്ധം. ഇത്തറുൻ. 4 ശുദ്ധി. തഹൂർ. 5 എണ്ണ. ദുഹുനുൻ. 6 മുടി. ഷൗറുൻ. തദ്രീബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം തഖ്സീസ്. നാം ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 15 നല്ല ശീലങ്ങൾ എഴുതുക, ക്ലാസ്സിൽ വായിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. 1. വൃത്തിയും ശുദ്ധിയുമുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക. 2. നിത്യവും ഇടയ്ക്കിടെ പല്ല് തേക്കുക. 3. ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയുക. 4. ദിവസവും കുളിക്കുക. 5. കൈകാലുകളിലെ നഖം കൃത്യമായി മുറിക്കുക. 6. മുടിയിൽ ഒന്നിടവിട്ട ദിനങ്ങളിൽ എണ്ണ തേക്കുക. 7. മുടി ചീകി വയ്ക്കുക. 8. ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കുക. 9. സുഗന്ധം ഉപയോഗിക്കുക. 10. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുക. 11. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. 12. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഇരു കൈകളും വായയും വൃത്തിയായി കഴുകുക. 13. ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുക. 14. സാവധാനം കഴിക്കുക. 15. ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കുക. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.